ഹായ് ഹലോ നമസ്കാരം, ഋഷിയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചണ്ഡീഗറിലാണ് കേട്ടോ. ചണ്ഡീഗർ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഇതാണ് പഞ്ചാബിൻ്റെ ക്യാപിറ്റൽ ചണ്ഡീഗറാണ്. അപ്പം ചണ്ഡീഗർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി എനിക്ക് പോകേണ്ടത് പഞ്ചാബിലേക്കാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം കാണുന്ന കാഴ്ചത് ആ വന്ദേ ഭാരത് വരുന്നതാണ് കേട്ടോ. ഇത് ജയ് ശ്രീറാം ആ പരിപാടി, അയോധ്യയുടെ ഇന്ന് പരിപാടിക്ക് അവിടെ നമുക്ക് വെടിവെക്കും കേട്ടോ. ചണ്ഡീഗർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ലിഫ്റ്റ് കിട്ടി കേട്ടോ. ഈ ചേട്ടനാണ് എനിക്ക് ലിഫ്റ്റ് തന്നത്. ആൾ ഇവിടുത്തുകാരൻ തന്നെയാണ്. ഇപ്പോൾ രാത്രി വൈകിട്ടൊരു 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകേണ്ടത് സെക്ടർ 17 മ്യൂസിക് ഫൗണ്ടൻ ഉണ്ട്. അവിടെ രാത്രിയിൽ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ലിഫ്റ്റ് വെച്ചപ്പോൾ ആൾ അങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ. ആളുടെ പേര് ജർമൽ സിംഗ്. ഞാനിപ്പോൾ ചണ്ഡീഗർ സെക്ടർ 17 എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ഉണ്ട്, രാത്രിയിൽ നടക്കുന്നതാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ മുഴുവൻ അത്യാവശ്യം നല്ല രീതിക്കുള്ള സെയിലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ ആളുകൾ क्या शिकरकंदी खा लो। सिकरकंदी, उसका नाम है सिकरकंदी। बना दूं? नहीं नहीं नहीं, ले लो। और नहीं करनी, अभी अभी आए हैं। थैंक यू। ले लो, आके ले लेना। हाँ, अकेले अकेले घूमने के लिए आएगा। थैंक यू। बाद में खा लेना। नहीं, बाद में आएगा। आओगे? फिर भी कृष्ण जी ने उसको क्यों मरवाया? अर्जुन को बोला कि मारो, कोई कारण था। वो कारण आप सब जान पाएंगे जब वो नाटक देखेंगे और खुद से अपनी जिंदगी को उसके साथ रिलेट करेंगे कि हाँ वाकई में हमारी जो धर्म है, रामायण हुई है, महाभारत हुआ है, हमने उनसे क्या सीख मिलती है। जब लाइव देखते हैं बहुत मजा आता है वाकई में। तो आपसे अनुरोध है 27 जनवरी को समय ना भूले, 6:30 बजे शाम को टेगोर थिएटर सेक्टर 18 में जरूर आए। और आगे जो दोस्त हैं, मित्र हैं, जो भी हमारे लिंक में हैं, उनको जरूर बताएं कि हाँ साथ चलें। आना ना आना, समय निकालना वो उनकी मर्जी है। सभी को जय श्री राम। जय श्री राम। जय श्री राम। ചണ്ഡീഗറിലെ സെക്ടർ 17 മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോയുടെ മുമ്പിലാണ്. ഇവിടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇത് ചണ്ഡീഗർ സിറ്റിയിൽ നിന്ന് 1 കിലോമീറ്ററും പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 7 കിലോമീറ്ററോടെ വരാനുണ്ട് കേട്ടോ. വെള്ളമൊന്നും അങ്ങനെയില്ല, മ്യൂസിക്കും കാര്യങ്ങളൊന്നുമില്ല. മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ആണ് അതിൻ്റെ പേര്. പിന്നെ ഇത് മാർക്കറ്റിൽ തന്നെയാണ്, ഈ സിറ്റിന് മാർക്കറ്റാണ്. കുറേ ഷോപ്പുകളുണ്ട്, കുറേ സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്. इसने उसका भी, राजू का भी रिकॉर्ड तोड़ दिया। राजू सबसे काम छोड़ा, तूने उसका भी रिकॉर्ड तोड़ दिया। सच्ची में तूने उसका भी रिकॉर्ड तोड़ दिया। मैंने कुल्लड़ हुआ है। സെക്ടർ 17 നിന്ന് ജാപ്പനീസ് ഗാർഡനിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാനങ്ങനെ ലിഫ്റ്റ് ചോദിച്ചു നോക്കിയിട്ട് സെക്ടർ 31 ആണ്. 31 എന്ന് പറയുമ്പോൾ ജാപ്പനീസ് ഗാർഡനിലോട്ട് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് ആൾ ഹെൽമെറ്റൊക്കെ തന്നു. ആളുടെ 2 ഹെൽമെറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. അപ്പോൾ ബൈ, താങ്ക് യു. ആളെന്നതാ ജാപ്പനീസ് ഗാർഡന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് ജാപ്പനീസ് ഗാർഡന്റെ എൻട്രൻസ് ആണ്. ഇവിടെ സെക്ടർ 31 കേട്ടോ. 31 ജാപ്പനീസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഈ പുറകെ കാണുന്ന ഗാർഡൻ ഉണ്ട്. അവിടെ ജാപ്പനീസ് രീതിയിലാണ് മുഴുവൻ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് കാണാനായിട്ട് വന്നതാണ്. ഇത് ചണ്ഡീഗർ സിറ്റിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്ററും ഞാൻ നിന്നിരുന്ന സെക്ടർ 17 ആണ്. അവിടുന്ന് ഏകദേശം ഒരു 6.5 കിലോമീറ്റർ വരാനുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്.
ജാപ്പനീസ് ഗാർഡനിൽ സെക്ടർ 31 നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ 32 വരെ നടന്നിട്ട് നാഷണൽ ഹൈവേ 71 ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് ചോദിച്ച് റോക്ക് ഗാർഡനിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ലിഫ്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. വണ്ടികളൊക്കെ വരുന്നത് വളരെ കുറവാണ്. नरेंद्र मोदी हाँ गुड या बैड गुड है गुड ഗുഡ്. താങ്ക് യു ഭയ്യ, ബൈ. ആളിവിടെ വരെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ആള് പോകുന്നത് ബേർഡ് സാഞ്ചുറിയിലോട്ടാണ്, പക്ഷേ എനിക്ക് പോകേണ്ടത് റോക്ക് ഗാർഡനിലോട്ടാണ്. അതുകൊണ്ട് ഞാൻ നേരെ പോവുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇവിടെ അഡൽറ്റിന് 30 രൂപയും ചിൽഡ്രന് 10 രൂപയാണ് കേട്ടോ. टिकट मिलेगा भैया? एक अडल्ट റോക്ക് ഗാർഡനിലോട്ട് കയറാനായിട്ട് എൻട്രി ഫീസ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻട്രി ഒക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാൻ പോവാണ്. താങ്ക് യു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചണ്ഡീഗഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റോക്ക് ഗാർഡനിലാണ് കേട്ടോ. ചണ്ഡീഗഡിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ടൈൽസിൻ്റെ ബാക്കി, കുപ്പിവളകളുടെ അവശിഷ്ടങ്ങൾ, ടൈൽസ്, കല്ല്, അതൊക്കെ കൊണ്ടാണ് ഇവിടെ സാധനങ്ങൾ ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ തരത്തിലുള്ള സാധനങ്ങളാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറുത് നമ്മുടെ മലമ്പുഴയിലുണ്ട്, പക്ഷെ അത് വളരെ ചെറുതാണ്. ഇത് ഏക്കർ കണക്കിന് പല വെറൈറ്റീസിൽ പല സാധനങ്ങളാണ്. ഒരു ഡേ മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങളും സ്ഥലവും ഇതിനുള്ളിൽ തന്നെയുണ്ട്. ഇവിടെ എൻട്രി ഫീസ് വരുന്നത് വെറും 30 രൂപയാണ് കേട്ടോ അഡൽറ്റിന്. ചിൽഡ്രൻ ആണെങ്കിൽ 10 രൂപ വരുള്ളൂ. അതിൽ തന്നെ ക്യാമറയും ബാക്കി കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഞാനിപ്പോൾ ഉള്ളത് സെക്ടർ 31 തന്നെയാണ്. ചണ്ഡീഗഡിൽ സുഗ്ന ലേക്കിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ റോക്ക് ഗാർഡൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സുഗ്ന ലേക്കിലേക്ക്. അപ്പോൾ റോക്ക് ഗാർഡനിൽ വരുന്ന എല്ലാവർക്കും എന്തായാലും വരാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ് സുഗ്ന ലേക്ക്. ഇവിടെ നടക്കാൻ വേണ്ടി ഇതാ ഇങ്ങനെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാട്ടർ റൈഡ്സ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് കേട്ടോ ഇവിടെ.
ഞാനിനി ചണ്ഡീഗറിനോട് വിട പറയുകയാണ്. ചണ്ഡീഗറിനോട് വിട പറഞ്ഞിട്ട് ഇനി പഞ്ചാബിലേക്ക് പോവാണ്. അപ്പോൾ പഞ്ചാബിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.